നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം നമ്മള് ഇന്ന് ഹെയറിൽ PRP ചെയ്യാൻ വേണ്ടി പോകണം. ഒരാളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ നിരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ നീണ്ട കവിതകളൊക്കെയാണ് പാടണ ഇല്ലേ മൃദുല്? ചുമച്ച് കരയും കൈസ്. കരച്ചിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ കരയുന്നു. 2 മാസം മുമ്പ് ഇപ്പൊ എത്ര നാളെ കറക്റ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്ത് PRP ഒക്കെ ചെയ്ത് സ്പാ ഒക്കെ ചെയ്ത് പൊക്കോണ്ടിരുന്നപ്പോ ഹെയർ ഫോളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്റെ മുടി എവിടെ നോക്കിയാലും എനിക്ക് നല്ലോണം ഹെയർ ഫോൾ. എനിക്ക് ദേഷ്യം കൂടെ വരും, കാരണം വെള്ള ടൈലായ നല്ല കാണാം. അവിടെ ഇവിടെ മൊത്തം ഏട്ടൻ തുണി ഞാൻ പിന്നെ തൂക്കുന്നാണ്ടേ മൊത്തം ഉണ്ട്. ഹെയർ ഫാൾ നല്ല രീതിക്ക് ഉണ്ട് എനിക്ക്. പക്ഷെ എന്നാ എനിക്ക് മുടി വളരുന്നോന്ന് വെച്ചാൽ നല്ലോണം ഹെയർ ഗ്രോത്തും ഉണ്ട്. ഹെയർ ഗ്രോത്ത് കൊണ്ട് ഹെയർ ഫാളും ഉണ്ട്. എനിക്ക് അങ്ങനെ അപ്പൊ എന്തായാലും ഞാൻ മുടി ഇന്ന് PRP ചെയ്യണം. ഇനി അങ്ങോട്ട് ഹെയർ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തം മൊട്ടയാവും സുഹൃത്തുക്കളെ. ഇപ്പോഴേ ഹെയർ ഞാൻ കെയർ ചെയ്യുന്നില്ല. ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് സ്പായും ഹെയറിന് വേണ്ടിയുള്ള സപ്ലിമെന്റും എല്ലാം കാര്യങ്ങളും നോക്കിക്കൊണ്ട് വന്നെയാണ്. പക്ഷെ അറിയാലോ 2 മാസം ഇവിടെ ഡെലിവറി ടൈമൊക്കെ ഫുൾ ഞാനേ കെയർ ചെയ്യാതായി. ഫുള്ള് ഹെയർ പിന്നെ കെയർ ചെയ്ത സമയമുണ്ടാ ഫുള്ള്. ഇനി അങ്ങോട്ട് കെയർ ചെയ്യണം. കുഞ്ഞൂടെ വളർന്നു കഴിഞ്ഞാൽ ഒരേപോലെ ഹെയർ സ്റ്റൈൽ ഒക്കെ വെട്ടണോ, നന്ന് മുടി വേണം. മുടി അതിനുമേ മുട്ടയാ പോകുന്ന അങ്ങനെയല്ല ഗൈസ്. എനിക്ക് അത്യാവശ്യം എന്റെ ഹെയർ നല്ല ഗ്രോത്ത് ഉള്ള ഹെയർ ആണ്. പക്ഷെ നമ്മൾ ആ ഉള്ള ഹെയറിന് നമ്മൾ ഇപ്പോഴേ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് പോകും. ഇപ്പൊ കറക്റ്റാണ് കിട്ടേക്കുന്നത്. മറ്റുള്ള സാധനം വാങ്ങണേ ഒട്ടിച്ച് വെക്കുന്ന മാറ്റുകയും ചെയ്യാം. ഇവിടെ ഫ്രണ്ടിൽ കട്ട് ചെയ്തിടാല്ലേ അങ്ങനെ കുറെ പേര് വെട്ടിയിട്ട് പാളിപ്പോയത്. എത്രയോ പേര് അങ്ങനെ ശ്രമിച്ച് വെട്ടിയിട്ട് അതിനൊക്കെ ഒരു ക്യൂട്ട് ഫേസ് വേണം. അതില്ലാത്തവര് എന്നെ പോലെ ക്യൂട്ട് ഫേസ് വേണോ? എന്നാലും ഏട്ടന്റെ മുടിയാണ്, എന്റെ ചുരുണ്ട മുടിയല്ല. ചുരുണ്ട മുടിയായിരിക്കും. അതാ ഇങ്ങനെ വെള്ളത്തിന്റെ ഒക്കെ ഒരു നനവേണ്ടി ഇങ്ങനെ ചുരുണ്ടിരുന്നതാ. കാണണ്ടേ ഇന്നലെ തേക്കുന്നതിന് അന്ന് അത്ര റഫായിട്ടിരിക്കും. കുറച്ച് ഫ്ലെക്സ് കാണുന്നുണ്ട്. നല്ല ഉണ്ടായിരുന്നു. ആ ഒരു സാധനം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ സാധനം ഒരു റൂട്ടിൽ തന്നെ 3 to 4 ഹെയർ വരുന്നുണ്ട്. കരിമീൻ വെക്കണം ഗൈസ്. കരിമീൻ അതാ പരിപാടി. അതാ ആ മൂളിയാണ്. ഞങ്ങൾക്ക് കരിമീൻ വെക്കണമെങ്കിൽ ആദ്യം നീ കിടന്ന് ഉറങ്ങണം കേട്ടോ. എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്. അപ്പൊ ഉടങ്ങിയിട്ട് നീ കരിമീൻ വെട്ടു തന്നെ. ഇത്രയും നേരം ഉറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മളിത് കിടന്നൊന്ന് ഉറങ്ങി. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടാ. മൃദുല അപ്പോഴത്തെ വിളക്കൊക്കെ കത്തിച്ച് ചെമ്മീൻ വെക്കണ്ടേ? ചെമ്മീനല്ല, കരിമീൻ ഗൈസ്. ഇന്ന് രാത്രി നമ്മളിത് കഴിക്കാൻ വേണ്ടി പോകുന്ന കരിമീനാണ് സുഹൃത്തുക്കളെ. നമ്മളിത് നല്ല അടിപൊളി കരിമീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഐസ് വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കായൽ കരിമീനാണ്. ഇത് ഐസ് വിട്ടിട്ട് ഞാൻ കാണിച്ചത്. അയ്യോ മീൻവെള്ളം വീണോട്. അപ്പൊ ആ കായലിന്റെ മണം അടിക്കുന്നു മൃദുലേ. അയ്യോ ആ കായലിന്റെ ഒരു കെട്ട നാറ്റോട്ടല്ലേ. മീൻ കെട്ടാൻ നോക്ക്. മീൻ കെട്ടില്ല കേട്ടോ. മീൻ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നേ ഉള്ളൂ. നമ്മള് നേരെ മാളി പോയപ്പോ വാങ്ങിച്ചതാ. അപ്പൊ നല്ല കായൽ കരിമീനും ചോറും പിന്നെ മീൻ. ഈ കരിമീൻ തന്നെ നമ്മൾ വറുക്കുന്നുണ്ട്. എന്താണ് ഇവിടെ പ്രശ്നം? എന്തുവാടാ നമുക്ക് ചെമ്മീൻ കറി തിന്നണം. ചെമ്മീൻ എന്റെ വായിൽ ഇനി വന്ന കരിമീൻ അല്ലാതെ പറഞ്ഞായിട്ട് ഇനി കരിമീൻ ഇല്ല. ഞാൻ ഒരു പാട്ട് പാടിത്തരട്ടെ. അമ്പൂട്ടനാ അമ്പൂട്ടൻ. അരേ കമന്റിലേ റംബൂട്ടൻ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. എഴുതിയപ്പോ തെറ്റിപ്പോയാന്ന് തോന്നുന്നു. ഈ റംബൂട്ടൻ ക്യൂട്ട് തന്നെയെന്ന്. ഇത് റംബൂട്ടനാണ്. ഇത് റംബൂട്ടനാ. റംബൂട്ടൻ എന്താണ്ട് റംബൂട്ടൻ. ഞാൻ കടിച്ചു തിന്നട്ടെ. നിഗൂഢമായ ആലോചനയില്ല എങ്ങനെ കരയാം. ഇങ്ങനെ കരയാം. നീ ആരാ? പൂച്ചക്കുട്ടിയോ? അമ്പൂട്ടൻ പൂച്ചക്കുട്ടിയായോ? ശല്യം ചെയ്യുന്നതിനാ ഇങ്ങനെ. ആണോ? ഉറങ്ങാൻ പറ്റാതെ ശല്യം ചെയ്യുന്നതിനാണ്ട്. ആലോചന കഴിഞ്ഞു. ഹലോ മിസ്റ്റർ, താങ്കളൊന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് കരിമീൻ തിന്നായിരുന്നു. ഗൈസ് ഇത് ചെയ്തതിനു ശേഷം കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. എൻ്റെ തലമുടിയൊക്കെ ഭയങ്കര സ്റ്റിക്കായി, ഒരുമാതിരി കമ്പി പോലായി.
2 ദിവസം അല്ലെങ്കിൽ 24 hours ഇങ്ങനെ ആവുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചീപ്പാൻ നേരത്ത് ആ ഒരു ചീപ്പി കൂടാന്ന് പറഞ്ഞു. ഇങ്ങനെ മുടി കയറ്റുമ്പോൾ മുടി ഇങ്ങനെ പഴയൊരു സ്മൂത്ത് ഇല്ല. ഓ അപ്പം എങ്ങനെ തുടങ്ങല്ലേ? തുടങ്ങാം. ഐസ് കിട്ടില്ല, വെള്ളം ഒഴിച്ചില്ലേ? വെള്ളം ഒഴിക്കണോ? മാറങ്ങോട്ട്, ഞാൻ വന്ന് ചെയ്താൽ മതിയായിരുന്നു. വെള്ളം ഒഴിക്കാതെ ഐസ് വിടത്തില്ല. സാധാരണ നമ്മളവിടെയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ തന്നെ ഐസൊന്നും ഇടും പെട്ടെന്ന്. നമ്മള് നാടൻ പയർ വാങ്ങിച്ചേട്ടാ, നാടൻ പയർ വെക്കണം. ഇന്ന് ഡോക്ടർ പറഞ്ഞ് പച്ചക്കറി കഴിക്കണം. പച്ചക്കറി കഴിച്ചാലേ മുടിയൊക്കെ വളരത്തുള്ളൂ. ആണോ? ഇവിടെ ബീഫും മട്ടനും റെഡ് മീറ്റ്, പിന്നെ ചിക്കൻ പോട്ട് കഴിക്കുന്നത് നല്ലതാണെങ്കിലും പറയാം. റെഡ് മീറ്റ് എന്നൊന്നും ഇപ്പൊ പാലാച്ചതിന് ശേഷം കുറച്ച് ദിവസം റെഡ് മീറ്റ് വെച്ച് എന്നും പറഞ്ഞ് എന്നും ഒന്നും ഇയാൾ അങ്ങനെ പറയാതെ തന്നെ. എന്നും ഒന്നും കഴിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോ കളയാറില്ല. ചിക്കനും ബീഫും മട്ടനൊക്കെ ഓഹോ തുമ്മല് വരുന്നു. ഞാൻ ഹെയർ കളർ ചെയ്താലോ? ഒരു വട്ടം ചെയ്തത് മതിയായില്ലേ? അതിപ്പോ ഉള്ള ഹെയർ കീപ്പ് ചെയ്യും, എന്നിട്ട് ഹെയർ കളർ ചെയ്യുന്നു. കുക്കിംഗ് ഒക്കെ ഇങ്ങനെ പതുക്കെ നടക്കും. പോയിട്ട് നല്ല അടിപൊളി കായൽ കരിമീനാണ് സുഹൃത്തുക്കളെ നമ്മളിത് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ദേ എങ്ങനെയുണ്ട് സാധനം? പെടക്കണത് പെടപ്പിക്കാൻ പറയല്ലേ മൃദുലേ? എന്നാലും നോക്ക് ഇത് ലുക്കല്ലേ, ഈ മീൻ ഭയങ്കര കാണാൻ ലുക്കാണ് കേട്ടോ. ഏട്ടന്റെ കൈ പടക്കുന്നുണ്ടാ മീൻ പടക്കുന്നത്? ആണോ? നോക്ക് കാണാൻ എന്ത് ലുക്കാ നോക്കിയ മീൻ. കീഴിലല്ലേ മൃദുലേ? ഇതിന്റെ ഇംഗ്ലീഷ് അറിയാമോ? കരിമീന്റെയോ? അറിയാമോ? ഞാൻ ആലോചിച്ചു, അറിയത്തില്ല. എന്തോ പേൾ ഫിഷ് എന്ന് അങ്ങനെ എന്തോ പറയണം. ഞാൻ നോക്കി കറക്റ്റ് അറിയത്തില്ല കേട്ടാ. ഞാൻ നോക്കി. പേൾ ഫിഷ് വേറെ ആയിരിക്കും, പേൾ തരുന്ന ഫിഷ് ആയിരിക്കും പേൾ ഫിഷ്. ചാളയുടെ ഇംഗ്ലീഷ് അറിയാമോ? ചാളയുടെ അറിയത്തില്ല. എന്തോ മാക്രലോ എന്തോ അറിയാം. ചൂരയുടെ അറിയാം, ടൂണ. അത് ഈ ഇടയ്ക്ക് കണ്ടതല്ലേ ടൂണ? ഈ ഇടയ്ക്കല്ല, അത് എല്ലാവർക്കും അറിയാം. നെത്തോലിയുടെ അറിയാമോ? ഫിഷ്. അപ്പൊ ബിഗ് ഫിഷ് എന്തോ? തിമിംഗലോ? പഠിക്കാൻ പറ്റ സമയത്ത് പഠിക്കാനും പോകത്തില്ല. അപ്പൊ നമ്മള് 2 എണ്ണം ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്, 2 എണ്ണം കറി വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, മൊത്തം 4 മീനേ ഉള്ളൂ. 4 മീനും ഉണ്ട്, നമ്മൾ 2 പേരും ഉണ്ട്. നമുക്ക് 2 പേർക്ക് ധാരാളം അല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം കൊഞ്ചം മുളക് പൊടിയേ, കൊഞ്ചം മഞ്ഞൾ തൂള്, പെപ്പർ ഗൈസ്, കുറച്ച് തൈര് കേട്ടാ, ശകലം മതി. ഫ്രിഡ്ജിന്റെ അടപ്പിലേ എന്തൊരു സാധനം നോക്കത്തില്ല, എടുത്ത് കൈ കൊടുക്കണം. ഇരുമാറ്റിയാണ് ഞാൻ കണ്ടു. ഇങ്ങനെ പിഴിയുന്നതിന് ഇനി എനിക്ക് വേണ്ടത് മൃദുലെ അതിനകത്ത് വെളുത്തുള്ളി ആൻഡ് ഇഞ്ചി പേസ്റ്റ് വേണം ഗൈസ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഓപ്പൺ ഇറ്റ്. സ്മോക്കി. എനിക്ക് പയർ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ എത്ര വേണമെങ്കിലും തിന്നോളൂ ഈ പയർ. എനിക്ക് വേറൊരു സാധനം ഇഷ്ടമല്ല ഈ പയർ. ഇങ്ങനെ എണ്ണ കുറച്ച് ഒഴിക്കണം. ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് പുഴുങ്ങി. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ് പയർ. തുള്ളി ആൻഡ് ഇഞ്ചി പേസ്റ്റ് ഗൈസ്. ഉപ്പ് ഗൈസ്. ലെറ്റ്സ് മിക്സ് ഇറ്റ് ഗൈസ്. മസാല അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. ഫസ്റ്റ് ടൈം കരിമീൻ വെക്കുന്നില്ലേ? മൃദുലതേ ആടെ ആഭരണങ്ങൾ കണിഞ്ഞ് നിൽക്കുക, നിങ്ങൾ കാണുന്നുണ്ടോ? ലുക്കറ്റാരെ ഒരു 20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. വെച്ചിട്ട് നമുക്ക് നേരെ ഫ്രൈ ചെയ്യാം. താങ്കൾക്ക് സുഖമാണോ? ഉമ്മോട് സബ്സ്ക്രൈബേഴ്സിന് ഹായ് പറ. ഹായ് ഗായ്സ് പറ. ചട്ടി വെച്ച് ഒരുപാട് കരിമീനും കൊമ്പസ്രാവും എല്ലാം ഇവിടെ ആദ്യമായിട്ടാണ് മീൻ വെക്കുന്നത്. അങ്ങനെ വിവിധ തരം മീൻ വെക്കുന്ന ആദ്യമായിട്ടല്ല, സോറി ഇങ്ങനത്തെ വെറൈറ്റി മീൻ വെക്കുന്ന ആദ്യമായിട്ട്. അതുപോലെ മീൻ കട്ട് ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത മീനിലെ വാങ്ങിച്ചോണ്ടാ. അപ്പം ഇത് നല്ലൊരു തുടക്കമാവട്ടെ. കൊമ്പൻ സ്രാവുകൾ മുതൽ വെറൈറ്റി വരെ ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടാനുള്ള ഒരു അനുഗ്രഹം ഈ അടുക്കളൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിലോർത്തുകൊണ്ട് നമ്മൾ ഐശ്വര്യമായിട്ട് കരിമീൻ ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം കരിമീൻ എന്തൊക്കെയാണ് മൃദുലയുടെ പ്രിപ്പറേഷൻസ്, എന്തൊക്കെയാണ് ഐഡിയ? ഞാൻ എങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതിനെ പറ്റത്തില്ല. എനിക്കറിയാം അതിനകത്ത് എന്തൊക്കെയോ യൂസ് ചെയ്യേണ്ടത്. ഞാൻ അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പോവാ.
അതെന്തൊരു വർത്താനം. റെസിപ്പി ചോദിക്കുമ്പോൾ പറയണേ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കുമെന്ന് തിന്നണം, വേണമെങ്കിൽ തിന്നണമെന്നില്ല, ഒരുമാതിരി ഹോട്ടലിൽ നിന്ന് കഴിക്കണം. അങ്ങനെ എനിക്ക് പറഞ്ഞ് സ്റ്റെപ്പ് ആയിട്ട് നിന്നെ എനിക്ക് എളുപ്പ വഴിയിലേ ഇപ്പൊ അങ്ങനെയൊക്കെയാ. എളുപ്പ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. തമ്പരാനെ ഈ പെണ്ണിത് എന്തോന്ന് ഗൈസ് പറയണത്. അത്രയും വേണോ? കുറച്ച് മതി. അടുത്തെന്താ പറഞ്ഞേ? അടുത്തത് ഉള്ളി ഞാൻ കഴുകുക. നിങ്ങൾ വിചാരിക്കും ഉള്ളി ആയിരിക്കും ഇടുന്നത്. ഇപ്പഴേ ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഓടാം. ആ നനഞ്ഞതോടുകൂടി ഇട്ട പള്ളി അല്ലേലും ഓടാം. അതെന്റെ കയ്യിലുള്ള എന്റെ പെണ്ണിനൊന്നും അറിയത്തില്ല തോന്നുന്നു. ഇട്ടിട്ട് എന്റെ പള്ളി എന്റെ ക്യാമറ പെണ്ണെ വെള്ളം തോന്നിട്ടിട്ട് പെണ്ണ് ഈ പെണ്ണ് എന്തിനീ കാണിക്കുന്നത്? ഇവിടെ ഓടാൻ ഈ എന്റെ ക്യാമറയിലൊക്കെ എണ്ണയൊക്കെ തെറിച്ച് ഇല്ല ഏട്ടേ ഓടിക്കോടത്. ഇഞ്ചി വെളുത്തുള്ളിയും ടേസ്റ്റ് നിർത്തി. തക്കാളി സാധാരണ നല്ല വീഡിയോയിലൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടാണ് പ്ലേറ്റിലോട്ട് തട്ടണം. കൂടുതൽ ലൈവാണല്ല. കൊള്ളാവോ കൊള്ളത്തില്ലെന്ന് സീരിയസ് ആയിട്ട് സത്യസന്ധമായിട്ട് പറയണേ. ഉറപ്പായി സത്യസന്ധമായിട്ടേ പറയത്തുള്ളൂ കേട്ടാ. കൊള്ളത്തിലേ കഴിഞ്ഞാൽ കൊള്ളത്തില്ലെന്ന് പറയാം. സീരിയസ് ഇത്ര ആഡംബരമൊക്കെ ആയിട്ട് വെച്ചിട്ടേ. ഞാൻ ഇച്ചിരി ഉപ്പിടുന്നുണ്ടേ. ഉപ്പിട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇതേ മിക്സിയുടെ ജാറിനകത്തോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ പരിപാടി? മുതലേ മുളകൊടി മൂപ്പിക്കണം. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ചെറുക്ക് ഇപ്പൊ കരയും അവളെ മുളകൊടി മൂപ്പിക്കുന്ന. മുറുക്കി പിടിച്ചോണം, കാരണം അന്നൊരു ഞാൻ തക്കാളി അരച്ചതേ ഫുള്ള് പോയി. ഇതൊക്കെ നടന്നായിരുന്നു. ഇത് അന്ന് പോയപ്പോഴും ഇങ്ങനെ മുറുക്കി പിടിക്കണം, ഇല്ലെങ്കിലേ ഇത് സൈഡിൽ പറ്റും കേട്ടോ. എല്ലാ ഇൻസ്ട്രക്ഷനും അറിയാഞ്ഞിട്ട് സൈഡിൽ പറ്റി. പൈസപ്പോ മൃദുലതേ ആ ജാറിനകത്ത് ഇട്ടൊക്കെ നമ്മളെ ഗ്രേവി എല്ലാം അരച്ചിട്ട് ഇതേ വീണ്ടും ശകലം എണ്ണ ഒഴിച്ചു. കടയിട്ടില്ലല്ലോ നേരത്തെ. ഉള്ളി. അവിടെ ഭയങ്കര കടിച്ചുള്ള ഒരാള്. ഇതാ വരുന്നടാ മോനെ, ഞാൻ അളക്കാൻ നീ പൊക്കോ. എന്തോ ഐറ്റം ക്യാമറ ഇട്ട് കാണിക്കുക. കരിയേപ്പില. അപ്പം വരുന്നടാ. നമ്മള് തോട്ടുപുളി വെച്ചിട്ടുണ്ടായിരുന്നു കലക്കി. ഇനി ഇതിലോട്ട് പുളിവെള്ളം. കറി നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്നാ മോനെ ഇട്ടു. 2 മീനേ ഉള്ളു ഗൈസ്. ഇത്രയും വലിയ കറിയും 2 മീനും വലിയ വെറുതെ. ബാക്കി ചാറ് കൂട്ടം. ഫ്രൈ താണ്ട ഞാൻ ഫ്രൈക്ക് കൂടെ വെച്ചായിരുന്നു കേട്ടാ. ഫ്രൈ താണ്ട അപ്പുറത്തൂടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൈനിങ് ടേബിൾ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ കഴിക്കാൻ സുഹൃത്തുക്കളെ. ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കിയായിരുന്നു. തോട്ടുപൊളി കൂടിപ്പോയോ എന്നൊരു സംശയം. കൂടിപ്പോയാ? ശരി, പൊളിയില് സൂക്ഷിച്ച്. ഓക്കേ, ഗ്രേവി ഇങ്ങനെ മുകളിലോട്ട് അങ്ങോട്ട് ഊത്താം. എന്തായാലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത എല്ലാം വിട്ടുപോകുന്നത്. അവനും കിടന്ന് കാരണം ഞാൻ വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. കരിമീനൊക്കെ വേറെ മീൻ പോലെ പറ്റൂ. എന്തോ പറ, എന്തേലും മൊഴി. ഉള്ളത് പറയണമെന്നല്ലേ പറഞ്ഞേ. ഉള്ളതിപ്പം പറയാം. കൂടി പോയി പുളി. അത്രയും പുളി വേണ്ടായിരുന്നു. 2 മീനേ ഉള്ളായിരുന്നു. ഞാൻ 2 ഇടണ്ട, ഒറ്റൊരെണ്ണം ഇട്ടാ മതിയായിരുന്നു. മീൻ സോഫ്റ്റ് ഇല്ലേ? മീൻ സെറ്റ് അരപ്പൊക്കെ പിടിച്ചു, പക്ഷെ പുളി കൂടിപ്പോയി. അത് ഞാൻ പറഞ്ഞില്ലേ കുടി. അന്ന് പക്ഷെ മൃദുല ദിവസം മീൻകറി വെച്ചായിരുന്നു, അടിപൊളിയായിരുന്നു. അന്ന് തോനെ വെച്ച്. അന്ന് ഞാൻ 2 പുളി തന്നെ ഇട്ടെ, പക്ഷെ അന്ന് തോനെ മീൻ വെച്ച് തോനെ കറി വെച്ച്. 2 മീനേ ഉള്ളായിരുന്നു. ഫിഷ് ഫ്രൈ. മീൻ വറുത്തതും മസാല ചേർത്തതെല്ലാം ഞാൻ കേട്ടോ. അതെല്ലാം ഉണ്ടാക്കി തന്നെ ഞാനല്ലേ തയ്യാറാക്കി. നല്ല വൃത്തിയാക്കി മുറില്ല. മീൻകറി വെച്ച് നീ അറിഞ്ഞായിരുന്നു? മീൻകറി വെച്ച് നമ്മളിൽ മീൻകറി വെച്ച് കരിമീൻ പൊളി കൊടുത്താ നീ ഇതെല്ലാം അറിഞ്ഞായിരുന്നു. ക്യാമറ ഉണ്ട് വലിച്ച് തീർന്ന്. എന്ത് നോക്കുന്നേ? എന്ത് നോക്കുന്നേ? ഇത്ര നേരം ഭയങ്കര സംസാരമായിരുന്നല്ലോ അമ്മച്ചി എടുത്ത്.
ഇപ്പൊ എന്തോ നോക്കുന്നേ? ഹെയർ ഒക്കെ ഞാൻ ഇന്ന് കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്ത്. ഗൈസ് എന്റെ ഹെയർ ഫോൾ മീൻസ് എന്റെ ഇവിടെ നമ്മൾ ചീപ്പുന്ന ഭാഗം മാത്രമേ എനിക്ക് ഹെയർ ഫോൾ ഉള്ളൂ. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഹെയർ ഇങ്ങനെ പോകുമ്പോ ഈ മൊത്തം പോകുമോ എന്ന്. ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞു എനിക്ക് റൂട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്. ഒരു റൂട്ടിൽ നിന്ന് തന്നെ 3-4 ഹെയർ ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. അപ്പം ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ എനിക്ക് ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉള്ളത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിരുന്ന PRP ആണ്. അപ്പം പറഞ്ഞു PRP ചെയ്യേണ്ട ആവശ്യമില്ല, 2 ട്യൂബ് ചെയ്താൽ മതി, അത് തന്നെ ഇനഫാണ്, കുഴപ്പമില്ല, അത്രയ്ക്കും വലിയ ഹെയർ ഫോൾ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡാൻഡ്രഫ് ഉണ്ട്, അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഷാമ്പൂ കണ്ടീഷണർ ഒന്നും ഇടത്തില്ലായിരുന്നു. ഞങ്ങൾ ഡെലിവറി സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ 1 മാസം ഞാൻ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തിരുന്നുണ്ട്, 1 മാസം. അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് നല്ല ഡാൻഡ്രഫ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷാമ്പൂ കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ മൊത്തം ഡാമേജ് ആയി പൊഴിയാനുള്ള ഭയങ്കര ചാൻസ് ആണ്. പിന്നെ ഫുഡ് മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ പിന്നെ റെഡ് മീറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. വെജിറ്റബിൾസ് നമ്മളെ മീൽസിൽ ആഡ് ചെയ്യണം. ഫ്രൂട്ട്സ് ആൻഡ് സ്നാക്സ് ആൻഡ് എവറിത്തിങ് സീസൺ ആൽമണ്ട്സ് ആൻഡ് ആൽമണ്ട് വാങ്ങിച്ചല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കണം. എന്നിട്ട് എവിടെ മുടിയിട്ട് പൊഴിയണമില്ല. ഇപ്പൊ ഇത് കണ്ണില് 100 കട്ട ചുണ്ണാമ്പ് പൊഴിഞ്ഞു തുടങ്ങി. 100 കട്ട ചുണ്ണാമ്പാ? അങ്ങനെ പറയും കണ്ണിട്ടായിരിക്കാൻ. ഒരു മുടി പോലും പൊഴിയുന്നില്ല. ഏട്ടന്റെ മുടിയും പൊഴിയുന്നില്ല. ഇത് പൊട്ടിയില്ലേ ഗൈസ്? നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. നമ്മളെ പാലാച്ചിന് കിട്ടിയ ഗിഫ്റ്റാണ്. പക്ഷെ പാലാച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. പൊട്ടിക്കാം. അൺബോക്സ് കോഫി മേക്കർ ഗൈസ്. ഇത് കുപ്പിയാട്ടാ, പൊട്ടു ഇത് കേട്ടാ. ജാറ് കൊള്ളായില്ലേ ബൗള് കാണാൻ? അതിനകത്താ പൊടി ഇടണ്ടേന്ന് തോന്നുന്നു. ഇതിനകത്തല്ല പൊടി ഇടേണ്ടത്. പൊടി അതിന്റെ മാനുവൽ കാർഡ് എടുക്കൂ. ഇങ്ങോട്ട് നോക്കും. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ്ടേ ഇപ്പോൾ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു സാധനത്തിനകത്തോട്ട് നമ്മൾ കോഫി പൗഡർ ഇടുക. ഇതാണ് ഇതിന്റെ വാട്ടർ ടാങ്ക്. ഇതിനകത്ത് രണ്ടും നമ്മൾ വെള്ളം അടിക്കുക, അടയ്ക്കുക, സ്വിച്ച് ഇടുക, ഈ സാധനം വെക്കുക, കോഫി റെഡി. പക്ഷെ മിൽക്ക് ഇതിനകത്ത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യരുത്. ഇത് കോഫി ആയതിനു ശേഷം നമുക്ക് അതിനകത്തോട്ട് മിൽക്കോ ഷുഗറോ ആഡ് ചെയ്താൽ മതി. ഇതിനകത്ത് ചിലപ്പോൾ മിൽക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. വെക്കറ്റ് ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കി നോക്കാം പ്ലീസ്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതെ, കോഫി ഇടേണ്ടത് ഇവിടെയാണ് കേട്ടോ. കോഫി പൗഡർ ഇടാം കേട്ടോ. ഈ കോഫി വീഴുന്ന സുഹൃത്തുക്കളെ, 2 മിനിറ്റ്സിൽ കോഫി റെഡി. എടുക്കട്ടെ, എങ്ങനെ നോക്കട്ടെ. അതെ എനിക്കൊരു അബദ്ധം പറ്റിയേട്ടാ. ഞാൻ കാപ്പിപ്പൊടി ഇട്ടത് ഇത് കൂടിപ്പോയേട്ടാ. കോഫി റെഡി. എന്തായാലും നമ്മുടെ ഈ ഒരു വ്ളോഗും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണ സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ഇനി കുറച്ച് യാത്രകൾ അടുത്തത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ യാത്രകൾ. അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ നിങ്ങളല്ലേ? അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ ഹാപ്പി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള ബൈ.